വർഷങ്ങളിലും അവാർഡുകൾ ഉണ്ടാകുമായിരുന്നു. പിന്നെ ജില്ലാ നമ്മുടെ താലൂക്ക് തൊട്ട് അങ്ങോട്ട് കിട്ടാറുണ്ട്. അതിനുശേഷം അതിൻ്റെ സ്വീകരണങ്ങൾ കിട്ടാറുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നമ്മുടെ അടുത്ത് ദൂരമൊക്കെ പോയി അവാർഡ് വാങ്ങുന്നതിലും നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകൾ തരുന്ന അംഗീകാരമാട്ടോ ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്നത്. തീറ്റ പരമാവധി സ്വന്തമാണ് ഞങ്ങൾ തീറ്റ മിക്സാക്കി കൊടുക്കുന്നത്. കമ്പനിക്കാൽ തീറ്റ വളരെ കുറച്ചേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ധാന്യപ്പൊടികളും തവിടും പിണ്ണാക്കും എല്ലാം നമ്മൾ സ്വന്തം ശേഖരിക്കാനും പിന്നെ അടുത്ത മില്ലുകളിൽ നിന്നും ഒക്കെ ശേഖരിച്ച് മിക്സാക്കി സ്വന്തം തീറ്റ കൊടുക്കുന്നതും നമ്മുടെ സ്വന്തം തോട്ടത്തിലുള്ള പുല്ല് കൊടുക്കുന്നതും ഒക്കെയാണ് ഞങ്ങൾക്ക് ഏറ്റവും നേട്ടമായി വന്നത്. ഞാൻ പഠിച്ചത് പ്രീ ഡിഗ്രിയാണ് പഠിച്ചത്. 19 വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞതാണ്. പ്രീ ഡിഗ്രി പഠിച്ച് പിറ്റത്തെ വർഷം തന്നെ വിവാഹം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പ്രൈവറ്റ് കോളേജ് അധ്യാപകനായിരുന്നു, മാനന്തവാടി ന്യൂമാൻസ് കോളേജിൽ. ആ സമയത്തും അതിനുശേഷം ഒരു 4-5 വർഷം മുമ്പ് വരെയും അധ്യാപകനായിരുന്നു. പിന്നെ ഞാനിവിടെ വന്ന സാഹചര്യത്തിൽ പിന്നെ പഠിക്കാനൊന്നും കഴിഞ്ഞില്ല. ഇവിടെ കുറച്ചധികം ഭൂമിയുണ്ട്. അതേപോലെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അന്ന് തൊട്ട് ആദ്യം കൃഷിയായിരുന്നു. 3-4 വർഷം നമ്മൾ കൃഷിയിലാണ് മുന്നോട്ട് പോയത്. അതിനുശേഷമാണ് 2-3 പശുക്കൾ, പിന്നെ അത് പെട്ടെന്ന് 15 പശു അങ്ങനെയായി വരുവാണ് ചെയ്തത്. അവിടുന്ന് പിന്നെ കുറേശ്ശെയായിട്ട് പശുക്കളുടെ എണ്ണം വർദ്ധിപ്പിച്ച് നമ്മുടെ ഫാമിലുണ്ടായ പശുക്കുട്ടികളും പിന്നെ ഇടയ്ക്കൊക്കെ പുറമേ നിന്ന് വാങ്ങിയും ഒക്കെ കുറച്ച് രീതിയിൽ ഒരു 22 പശുവിൽ ഒരു 5-6 വർഷം 22 പശുവിനെ കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. അതിനുശേഷം നമുക്ക് കുറച്ചും കൂടി നല്ല ഇനങ്ങളെ വാങ്ങണം എന്നാഗ്രഹിച്ചിട്ട് കോയമ്പത്തൂർ ഈറോഡ് പോയിട്ടാണ് നമ്മൾ നല്ല പശുക്കളെ, അതിനുശേഷമാണ് 10-30 ലിറ്റർ കിട്ടുന്ന പശുവൊക്കെ നമ്മുടെ ഫാമിലേക്ക് വന്നത്. അവിടുന്ന് നല്ല പശുക്കളെ നോക്കി വാങ്ങി ഒരു ഏതാണ്ട് ഒരു 30-32 പശുവോളം ആക്കി പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയി കുറേ നാൾ. അതിനുശേഷമാണ് പിന്നെ കൂടുതലായിട്ട് വിപുലീകരിച്ച് പോകുന്നത്. 3 മണിക്ക് പണി രാവിലെ ഫാമിൽ സ്റ്റാർട്ട് ചെയ്യും. ആദ്യം ക്ലീനിങ്, പിന്നെ തീറ്റ, പുല്ല്, പിന്നെ കറവ. അതിനുശേഷം ഒന്നും കൂടെ ക്ലീൻ ചെയ്ത് അതങ്ങ് അവസാനിപ്പിക്കും. പിന്നെ നമ്മുടെ തോട്ടത്തിലെ പുല്ല് കട്ട് ചെയ്യും, പണിക്കാർ കട്ട് ചെയ്യാൻ പോകും. അപ്പോൾ എനിക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ കറവ കഴിയുന്നത് വരെ ഞാൻ തൊഴുത്തിൽ നിൽക്കാറുള്ളൂ. കറവയ്ക്ക് ശേഷം ഞാൻ 5:30-ക്കാണ് ഞങ്ങളുടെ പ്ലാന്റിൽ പാല് പ്രോസസ്സ് ചെയ്യുന്ന സ്ഥലത്ത് പണി തുടങ്ങുന്നത്. അപ്പോൾ 5:30-ക്ക് ഇങ്ങോട്ടേക്ക് പോരും. അതിനുശേഷം അവിടെയായിരിക്കും പിന്നെയുള്ള പണികൾ മുഴുവനും. നമ്മൾ ഇത് മെച്ചമായിട്ട് വരാൻ സാഹചര്യം ഉണ്ടായത്, ഒന്ന് ഇതിനെപ്പറ്റി നന്നായി പഠിച്ചു. ഒപ്പം നമ്മുടെ എല്ലാവരും വീട്ടിലുള്ള മക്കൾ, പഠിക്കുന്ന മക്കളും ജോലിക്ക് പോകുന്ന ഹസ്ബൻഡാണെങ്കിലും ഉള്ള സമയം അതും എല്ലാവരുടെയും ഒരു സഹകരണം, പിന്നെ അത്യാവശ്യം അപ്പോഴേക്കും കുറച്ച് സാമ്പത്തികമൊക്കെ ആയതുകൊണ്ട് ജോലിക്കാരെ കൂടെ കൂട്ടി പിന്നെ ഉള്ള സ്ഥലം മുഴുവനും നല്ല പുല്ല് നട്ടുപിടിപ്പിച്ചു. നല്ല ഇനം പുല്ലിൻ്റെ വളർച്ച, അത് കൂടുതൽ എണ്ണം കൂട്ടാനുള്ള ഒരു ആത്മധൈര്യം കിട്ടി. പിന്നെ ആ സമയം കൊണ്ട് 1-2 വർഷത്തെ ഒരു നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പശുവിൻ്റെ രോഗങ്ങളൊക്കെ മനസ്സിലാക്കാനൊന്നും അന്നേരം കഴിഞ്ഞിരുന്നില്ല. പിന്നെ നമ്മുടെ ഡോക്ടർമാരുടെ സഹായവും അതേപോലെ നമ്മുടെ കർഷകർ, ഞങ്ങളുടെ ഒപ്പം ചെയ്യുന്ന മറ്റ് കർഷകരുടെ അറിവും എല്ലാം ഒരുപാട് നമ്മൾ ശ്രമിച്ചായിരുന്നു. പിന്നെ കിട്ടുന്ന 2-3 ട്രെയിനിങ്ങുകൾക്കൊക്കെ പോയി. അങ്ങനെ കിട്ടിയ അറിവ് വെച്ചിട്ട് നമുക്ക് രോഗങ്ങളെയൊക്കെ ഒരു പരിധിവരെ മനസ്സിലാക്കാനും ഒരു പരിധിവരെയൊക്കെ നമുക്കതിനെ നിയന്ത്രിക്കാനും ഒക്കെ നമുക്ക് കഴിഞ്ഞു. പിന്നെ അതുകൂടാതെ പശുവിന് വരുന്ന മതി കണ്ടെത്താൻ, കൃത്യമായിട്ട് ചെനപിടിപ്പിക്കാൻ, അതിൻ്റെ രോഗങ്ങളെ ആ സമയത്തുണ്ടാകുന്ന പ്രസവ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒരുപാട് ഈ മേഖലയിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ കാണുന്ന പോലല്ല, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ ഓരോരോ ദിവസവും നമ്മൾ പിന്നെ പഠിക്കുവാണ്. തുടങ്ങി അന്ന് തൊട്ട് പഠിക്കുമായിരുന്നു. പശുക്കളെ വളർത്താൻ ഏറ്റവും നല്ല കാലാവസ്ഥയുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് വയനാടാണ്. അതിൽ നമുക്ക് 2-3 പ്രാവശ്യം മാത്രം, അതായത് നല്ല മഴ പെട്ടെന്ന് പെയ്യുന്ന കാലവർഷം തുടങ്ങുന്ന ആ സമയം ഒന്ന് ശ്രദ്ധിക്കണം. പെട്ടെന്നുള്ള ആ തണുപ്പ്, അതിൽ നമ്മൾ ചെയ്യേണ്ട ആ സമയത്ത് വരുന്നത് തണുപ്പ് കൂടി വരുമ്പോൾ പശുക്കളെ കുളിപ്പിക്കാതിരിക്കുക. അത് മാത്രമേ അവിടെ ചെയ്യേണ്ടുള്ളൂ.
അതേപോലെ ഈ കടും വേനൽ വരുമ്പോൾ നമ്മൾ പശുവിനെ കുളിപ്പിക്കുകയല്ല ചെയ്യുന്നത്, ഒരു തണുപ്പ് അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക മാത്രമേ വേണ്ടുള്ളൂ. എന്നാലും അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ട് നമ്മുടെ വയനാടിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല കാലാവസ്ഥയ്ക്ക്. അതുകൊണ്ട് പാലിൻ്റെ ഒരു വ്യത്യാസമോ രോഗങ്ങളൊക്കെ നല്ലപോലെ അങ്ങനെ വലിയ രോഗങ്ങളെന്ന് പറയാൻ തന്നെ ഇല്ല. പിന്നെ ഈ കുളമ്പ് രോഗം, പിന്നെ നമുക്കിപ്പോൾ വന്നിട്ടുള്ള ലംബി സ്കിൻ, അതൊക്കെ പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്താൽ അങ്ങ് മാറുന്നതേ ഉള്ളൂ. ഞാനത് കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. ഒരു 50 ലിറ്റർ പാൽ ഉപയോഗിച്ച് തൈരുണ്ടാക്കിക്കൊണ്ടാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അത് മാർക്കറ്റിൽ ഇറക്കി എങ്ങനെയുണ്ടെന്നൊക്കെ പഠിച്ച ശേഷമാണ് പിന്നെ കുറച്ചുകൂടെ പടിപടിയായിട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇപ്പോൾ പാല് പ്രോസസ്സ് ചെയ്യുന്നത് മുഴുവനും മെഷീനിലാണ്. ഞങ്ങൾ ഉണ്ടാക്കുന്ന മെയിനായിട്ട് 2 തരം തൈരാണ്. പുളി കൂടിയ തൈരും പുളി കുറഞ്ഞ തൈരും. കറി തൈര്, കട്ടത്തൈര് എന്ന പേരിൽ. പിന്നെ കട്ടിമോര് ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ് കൂടുതലായിട്ട് പോകുന്നത്. കട്ടിമോര് നല്ലപോലെ പോകുന്നുണ്ട്. അപ്പോൾ കട്ടിമോര് ഉണ്ടാക്കുന്നതിൽ ഫാറ്റ് മുഴുവനായിട്ട് നീക്കിയ ശേഷമാണ് മോര് നമ്മൾ എടുക്കുന്നത്. തൈരിൽ നമ്മൾ ഫാറ്റ് ആഡ് ചെയ്യാറുണ്ട്. അതേപോലെ പശുവിൻ്റെ പാല് അങ്ങനെ തന്നെ കറക്കുന്ന, രാവിലെ ഏറ്റവും നല്ല പാല് നോക്കിയെടുത്ത് അത് പ്രോസസ്സ് ചെയ്ത് അത് പിന്നെ ഹോമോജനൈസേഷൻ പാസ്ചറൈസേഷൻ ചെയ്ത് കൂളിംഗ് ആക്കി പാക്കറ്റ് അടിച്ചിട്ടാണ് പശുവിൻ പാല്, കൗ മിൽക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ പാല് കൊടുക്കുന്നത്. അതിൽ വേറെ ഒരിനം പാല് മാത്രമേ ഉള്ളൂ. അത് ആ രീതിയിൽ തന്നെ പശുവിൻ്റെ എല്ലാ ഗുണഗണങ്ങളും അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മളത് കൊടുക്കുന്നത് പാലിൻ്റെ. പിന്നെ നെയ്യ്, വെണ്ണ, ബട്ടറാക്കിക്കൊണ്ട് അത് പേക്ക് ചെയ്ത് നമ്മുടെ വെണ്ണ കുറച്ചും കൂടി പുളി കുറഞ്ഞ് കടഞ്ഞെടുത്ത് അത് പേക്ക് ചെയ്ത് ബട്ടർ പേക്കിംഗ് ആക്കി കൊടുക്കുന്നുണ്ട്. അതേപോലെ പനീർ, പാല് പിരിച്ചുണ്ടാക്കുന്ന പനീർ, സിപ്പപ്പ്, പേട, ഗുലാം ജാം, ബർഫിയുണ്ട്, പിന്നെ ലസ്സിയുണ്ട്, സംഭാരമുണ്ട്. അങ്ങനെ 10-12 ഐറ്റത്തോളം 13 ഐറ്റം സാധനമാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ്. വയനാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സെയിലാവുന്നത്. അതുപോലെ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലും കൂടെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്.